ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ നമുക്കും അറിയില്ല, അമ്മക്കും അറിയില്ല. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡി ആവില്ല എന്നാണല്ലോ. അതപ്പോൾ ഇത് നമ്മളത് റെഡി ആവുമെന്നാണ് നമുക്ക് സംശയം. ലാസ്റ്റ് നമുക്ക് കണ്ടറിയാം എന്താവും. അതിന് 5 കോഴിമുട്ട പൊട്ടിച്ചിടണം. ജാറിലേക്ക് പഞ്ചസാര 1 കപ്പ്, പാൽ കപ്പ്, നുള്ളുപ്പ്, ചെറിയ ജീരകം. ഇതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് റവ, സേമിയ, തേങ്ങ വറുത്തത്, ഏലക്കായ് പൊടിച്ചത്, പിന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചെറിയ പഴം ഉണ്ടെങ്കിൽ ഇടാം, ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അടുപ്പത്തൊരു പാത്രം വെച്ച് നെയ്യ് ഉരുക്കി ആക്കണം. അതെല്ലായിടത്തും ഒന്ന് തേച്ച് ഇതാക്കണം. അതിനുശേഷം അണ്ടിയും മുന്തിരിയും ഇടണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അത് അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഒന്നുകൂടി കയ്യിലോണ്ട് ഇളക്കണം. എന്നിട്ട് അത് മൂടി വെക്കണം. കുറച്ചു നേരം അടുപ്പത്ത് നിൽക്കണം. എന്നതിന് ശേഷം ആ മൂടി തുറന്നിട്ട് നേരത്തെ മാറ്റി വെച്ച തേങ്ങ വറുത്തതുണ്ടായിരുന്നു, അതൊന്ന് അതിൻ്റെ മേലെ വിതറുക. എന്നിട്ട് അത് മൂടി വെക്കണം. അതിന് ശേഷം ഒരു കൊള്ളി കൊണ്ട് നമ്മൾ ഉള്ളിൽ വെന്തിക്കണോ എന്ന് നോക്കണം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റണം. അത് മേലെ ഭാഗം ഒന്ന് ചൂടാവാനാണ് ഞങ്ങൾ അങ്ങനെ വെച്ചത്. അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞങ്ങൾ ഇപ്പോഴൊന്നും തിന്ന് നോക്കിയില്ല, നോമ്പ് തുറന്നതിൻ്റെ ശേഷമാണ്. നോമ്പ് തുറന്നതിൻ്റെ ശേഷം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.